നമസ്തേ സർവേഷാം രുദ്ര ടു സ്കൂൾ പ്രതി സുസ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗീതാമൃതം എന്ന പാഠത്തിലെ 3 ശ്ലോകങ്ങൾ കണ്ടു. അതിൽ ദൈവിക ഗുണങ്ങളെ നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട്, വ്യക്തിത്വ വികാസത്തിന് വേണ്ടിയിട്ട് ദൈവിക ഗുണങ്ങളെ എങ്ങനെ വർദ്ധിപ്പിക്കാൻ, എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് വേണ്ടത് എന്നൊക്കെ ആണ് കണ്ടത്. ഇനി ആസുരികമായ സമ്പത്ത് അല്ലെങ്കിൽ ആസുരികമായ ഗുണങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണത് നമ്മൾ വർദ്ധിക്കുന്നത്, അല്ലെങ്കിൽ എന്താണത് എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നു, ഒപ്പം നമ്മളോടും. ചതുർത്ഥം ശ്ലോകം പശ്യാമഃ. ദംഭോ ദർപ്പോഭിമാനശ്ച ക്രോധഃ പാരുഷ്യമേവ ച അജ്ഞാനം ചാഭിജാതസ്യ പാർത്ഥ സമ്പദമാസുരീം. ഏകവാരമപി പഠാമഃ. ദംഭോ ദർപ്പോഭിമാനശ്ച ക്രോധഃ പാരുഷ്യമേവ ച അജ്ഞാനം ചാഭിജാതസ്യ പാർത്ഥ സമ്പദമാസുരീം. ഹേ പാർത്ഥ, ആസുരീക സമ്പത്ത് ഇതൊക്കെയാണ് എന്നാണ് പറയുന്നത്. അതൊന്ന് പദച്ഛേദം ചെയ്ത് നമുക്ക് വായിച്ചു നോക്കാം. ദംഭഃ ദർപ്പഃ അഭിമാനഃ ച ക്രോധഃ പാരുഷ്യം ഏവ ച അജ്ഞാനം ച അഭിജാതസ്യ പാർത്ഥ സമ്പദം ആസുരീം. ഹേ പാർത്ഥ, ആസുരീം സമ്പത്ത് ഇതൊക്കെയാണ്. ആരുടെ? അഭിജാതസ്യ, ജനിച്ച അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയുടെയും ആസുരിക സമ്പത്ത് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. എന്തൊക്കെയാണ്? ദംഭഃ ദർപ്പഃ അഭിമാനഃ ക്രോധഃ പാരുഷ്യം അജ്ഞാനം. ഇതൊക്കെയാണ് എന്തായിട്ട് പറയുന്നത്? ആസുരിക സമ്പത്തായിട്ട് പറയുന്നത്. അതിൽ ദംഭഃ എന്ന് പറഞ്ഞാൽ ആത്മപ്രശംസ. ദംഭഃ എന്നുള്ള വാക്കിന് അർത്ഥം എന്താണ്? ആത്മപ്രശംസ എന്നർത്ഥം. ദർപ്പഃ, ദർപ്പഃ അഹങ്കാരഃ, ദർപ്പഃ അഹങ്കാരഃ. പിന്നെ അഭിമാനം, അഭിമാനം എന്ന് പറഞ്ഞാൽ അതൊരു തരം അഹങ്കാരം തന്നെയാണ്, അല്ലേ? പിന്നെ ക്രോധം, പെട്ടെന്ന് ദേഷ്യപ്പെടുക. പാരുഷ്യം, മറ്റുള്ളവരുടെ പരുഷമായ വാക്കുകൾ ഉപയോഗിക്കുക എപ്പോഴും സംസാരത്തിൽ. അജ്ഞാനം, അറിവില്ലായ്മ. ഇതൊക്കെ ഒരു മനുഷ്യനെ ആസുരിക ഗുണങ്ങളുള്ള വ്യക്തികളാക്കി മാറ്റും. അപ്പോൾ ഇതുപോലുള്ള ഗുണങ്ങളാണ് നമ്മളിൽ വർദ്ധിക്കുന്നത് എങ്കിൽ നമ്മൾ ആരായിട്ട് മാറും? ആസുരിക ഗുണങ്ങളുള്ള വ്യക്തിയായിട്ട് മാറും. എങ്ങനെയുള്ള ഗുണങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ദംഭഃ, ദംഭഃ എന്ന് പറഞ്ഞാൽ ആത്മപ്രശംസ, തന്നെ പുകഴ്ത്തുക, അല്ലേ? അതാണ് ആത്മപ്രശംസ എന്ന് പറയുന്നത്. ദർപ്പഃ എന്ന് പറഞ്ഞാൽ അഹങ്കാരം. അഭിമാനം എന്ന് പറഞ്ഞാലും ഞാനെന്ന ഭാവം, അതും ഒരു അഹങ്കാരം അല്ലെങ്കിൽ അഹംഭാവം തന്നെയാണ് ഈ അഭിമാനം. ആ അഹങ്കാരത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഈ അഭിമാനം. പിന്നെ ക്രോധം, ദേഷ്യപ്പെടുക, വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ ദേഷ്യപ്പെടും. അതുപോലെ പാരുഷ്യം, പരുഷമായിട്ടുള്ള വാക്കുകളെ പറയൂ. ആർക്കും അവരുടെ വാക്കുകൾ ഇഷ്ടപ്പെടില്ല, ആ രീതിയിലുള്ള സംസാരം. പിന്നെ അജ്ഞാനം, അറിവില്ലായ്മ. ഇവയൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾ ആരായിട്ട് മാറും? ആസുരിക സമ്പത്തിൻ്റെ ഉടമകളായിട്ട് മാറും. അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വം ആസുരിക ഗുണങ്ങൾ നിറഞ്ഞതായിരിക്കും. മോശം, സമൂഹത്തിൽ ഇഷ്ടപ്പെടാത്ത വ്യക്തിത്വങ്ങളായിട്ട് അവർ മാറും എന്നർത്ഥം. അപ്പോൾ നമുക്കതിലെ അന്വയം നോക്കാം. ഹേ പാർത്ഥ, ദംഭഃ ദർപ്പഃ അഭിമാനഃ ക്രോധഃ പാരുഷ്യം അജ്ഞാനം ച അഭിജാതസ്യ ആസുരീം സമ്പദേവ. അല്ലയോ പാർത്ഥ, ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ അല്ലെങ്കിൽ ദുർഗുണങ്ങളൊക്കെ ഒരാളെ എന്താക്കി മാറ്റും? അസുരനാക്കി മാറ്റും, അല്ലെങ്കിൽ ആസുരിക ഗുണങ്ങളുള്ള ആളാക്കി മാറ്റും എന്നർത്ഥം. സാരാംശത്തിൽ പറയുന്നു, ഹേ അർജുന, ആത്മപ്രശംസ, അഹങ്കാരഃ, അഭിമാനഃ, ക്രോധഃ, പരുഷവചനം, അജ്ഞാനം ആസുരീ സമ്പദ ജാതസ്യ സ്വഭാവ വൈശിഷ്ട്യഃ ഏവ. അപ്പോൾ അസുര സമ്പത്തോടുകൂടി ജനിച്ച ഒരാളുടെ സ്വഭാവ വൈശിഷ്ട്യം ഇതൊക്കെയാണ്, അല്ലെങ്കിൽ ആസുരിക സമ്പത്തിനെ പരിപോഷിപ്പിച്ച ഒരാളുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. പഞ്ചമം ശ്ലോകം പഠാമഃ. ദൈവീ സമ്പദ്വിമോക്ഷായ നിബന്ധായാസുരീമത
മാ ശുച സമ്പദം ദൈവീമഭിജാതോസി പാണ്ഡവ. എന്താ പറയുന്നത്? ഒന്നുകൂടി ശ്ലോകം ചൊല്ലാം. ദൈവീ സമ്പദ്വിമോക്ഷായ നിബന്ധായാസുരീമത മാ ശുച സമ്പദം ദൈവീമഭിജാതോസി പാണ്ഡവ. പദം മുറിച്ചു ചൊല്ലാം. ദൈവീ സമ്പദ് വിമോക്ഷായ നിബന്ധായ ആസുരീ മത മാ ശുചഃ സമ്പദം ദൈവീം അഭിജാതഃ അസി പാണ്ഡവ. ഹേ പാണ്ഡവ, അല്ലയോ അർജുന. അർജുനെയാണ് പാണ്ഡവ എന്ന് സംബോധന ചെയ്യുന്നത്. ഹേ പാണ്ഡവ, അഭിജാതഃ അസി, ത്വം അഭിജാതഃ അസി. എങ്ങനെ അഭിജാതനായിട്ട്? നീ ഇങ്ങനെ ജനിച്ചവനാണ്. എങ്ങനെ? ദൈവീ സമ്പദം, ദൈവിക സമ്പത്തോടു കൂടി. ദൈവീം സമ്പദം അഭിജാതഃ അസി, ദൈവിക സമ്പത്തിൽ തന്നെ അല്ലെങ്കിൽ ദൈവിക സമ്പത്തോടു കൂടി ജനിച്ചവനാണ് നീ. അതുകൊണ്ട് മാ ശുച, അതുകൊണ്ട് നീ ഒരിക്കലും ദുഃഖിക്കരുത്. നിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട്, നീ ഇതോടുകൂടി ജനിച്ചവനാണ്. നമ്മൾ ആദ്യത്തെ 3 ശ്ലോകങ്ങളിൽ പറഞ്ഞ എല്ലാ ഗുണ വൈശിഷ്ട്യങ്ങളോടും ജനിച്ച ആൾ തന്നെയാണ് അർജുന നീ. അല്ലെങ്കിൽ ഈ അർജുനൻ ഒരു പ്രതീകം മാത്രമാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ ദൈവിക ഗുണങ്ങളോട് ജനിച്ചത് തന്നെയാണ്. കാരണം എല്ലാവരിലും നന്മയും തിന്മയും ഒക്കെ ഉണ്ട്. പക്ഷേ നന്മയെ വളർത്തുമ്പോൾ നമ്മൾ നല്ല വ്യക്തിത്വങ്ങളായി മാറുന്നു. അതുകൊണ്ട് എന്താണ് വേണ്ടത്? നീ ഇത് മനസ്സിലാക്കുക അർജുന, നീ ദൈവിക സമ്പത്തോടു കൂടി ജനിച്ച ആളാണ്. അതുകൊണ്ട് മാ ശുച, ദുഃഖിക്കരുത്. ഇപ്പോൾ ദുഃഖിച്ച് തളർന്നിരിക്കുകയാണ് അല്ലേ? ഇത് മനസ്സിലാക്കുക, നിന്നിൽ നന്മയുണ്ട്, നീ നല്ലവനാണ്, നീ അതുകൊണ്ട് ഭയക്കരുത്, നീ ദുഃഖിക്കരുത്. എന്താണ്? ദൈവീ സമ്പത്ത് വിമോക്ഷായ, ദൈവികമായിട്ടുള്ള സമ്പത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? മോചിപ്പിക്കുന്നു. ഈ സംസാര ബന്ധനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക്, ശ്രേണിയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് എന്ത്? ദൈവിക സമ്പത്ത്. എന്നാൽ ആസുരിക സമ്പത്ത് നിബന്ധായ, നമ്മളെ കെട്ടിയിടുന്നതാണ്. ആസുരിക സമ്പത്ത് തളയ്ക്കുന്നതാണ്. ഇതിൽ ഈ ലൗകിക തൃഷ്ണകളിൽ, അതായത് ഈ എന്താ പറയുക, ഈ കാണുന്ന സുഖങ്ങളിൽ, ഇവിടെയുള്ള ഈ കുറഞ്ഞ സുഖങ്ങളിൽ നമ്മളെ ഇങ്ങനെ തളച്ചിടുന്നതാണ് ഈ. അതുകൊണ്ടാണ് എന്താണ് പിന്നെ ഈ ദുഃഖവും അല്ലെങ്കിൽ നിരാശയും അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാവാൻ കാരണം ഈ സുഖങ്ങളിലൊക്കെ നമ്മൾ അമിതമായി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ കാണുന്ന ഈ ചുറ്റുപാടിൽ നമുക്ക് പരമമായ മോക്ഷത്തെ നൽകുന്നതാണ് എന്ത്? ദൈവിക സമ്പത്ത്. എന്നാൽ ഈ ആസുരിക സമ്പത്ത് നമ്മളുടെ ഈ ചെറിയ ചുറ്റുപാടിൽ ഇങ്ങനെ എപ്പോഴും ഒതുക്കിയിടുകയും അത് നമ്മൾക്ക് ദുഃഖം മാത്രം തരികയും ചെയ്യും. അതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ ലോകത്തോട് പറയുന്നത്. അർജുനനോട് മാത്രമല്ല, നമ്മളുടെയും ഉള്ളിൽ ഇതുപോലെ നന്മയും തിന്മയും ഉണ്ട്. അപ്പോൾ ഈ ദൈവികമായ ഗുണത്തെയാണ് നമ്മൾ പരിപോഷിപ്പിക്കേണ്ടത്. അത് നമ്മളെ നല്ല ഏറ്റവും നിത്യമായ സുഖത്തിലേക്ക് എത്തിക്കുന്നു. ഈ ആസുരിക സമ്പത്ത് നമ്മളെ ഈ ദുഃഖങ്ങളിലൊക്കെ ഇങ്ങനെ കെട്ടിയിടുന്നു, നിബന്ധനം ചെയ്യുന്നു എന്നർത്ഥം. ലൗകിക തൃഷ്ണകളിൽ നമ്മളെ കെട്ടിയിടുന്നു. അതാണ് ഈ ശ്ലോകങ്ങളിലൂടെ മനസ്സിലാക്കി തരുന്നത്. നമ്മൾ പദച്ഛേദം ശ്ലോകം വായിച്ചപ്പോൾ പദം മുറിച്ച് വായിച്ചിരുന്നു. ഇവിടെ കൊടുത്തിട്ടുള്ള പദച്ഛേദങ്ങൾ നോക്കാം. നിബന്ധായ ആസുരി, ദൈവീം അഭിജാതോസി, ദൈവീം അഭിജാതഃ അസി. ഇനി അന്വയം. ഹേ പാണ്ഡവ, ദൈവീ സമ്പത്ത് വിമോക്ഷായ, ആസുരി സമ്പത്ത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് സമ്പത്ത്, നിബന്ധായ ഇതി മത, ത്വം ദൈവീം അഭിജാതോസി മാ ശുച. ഹേ പാണ്ഡവ, അല്ലയോ പാണ്ഡവ, ദൈവീ സമ്പത്ത്, ദൈവികമായ സമ്പത്ത്, വിമോക്ഷായ, മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ആസുരി സമ്പത്ത്, ആസുരികമായ സമ്പത്ത്, നിബന്ധായ, നമ്മളെ ഇവിടെ ഈ ചെറിയൊരു ലോകത്ത് ദുഃഖിപ്പിക്കുന്നതിന്, കെട്ടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് മത എന്ന് പറഞ്ഞാൽ ഉക്തി. ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. ആര് പറയുന്നത്? ബുദ്ധജനങ്ങൾ, പണ്ഡിതന്മാരുടെ പറച്ചിലാണത്. അപ്പോൾ ത്വം ദൈവീം അഭിജാതോസി, ത്വം ദൈവിക സമ്പത്തിൽ തന്നെ ജനിച്ചവനാണ് നീ. അതുകൊണ്ട് മാ ശുച എന്നാണ് പറഞ്ഞു നിർത്തിയത്. ഇനി സാരാംശം പറയുന്നു. ഹേ അർജുന, ദൈവിക സമ്പത്ത് സംസാരബന്ധനാത് വിമോചനായ ഭവതി, ആസുരീ സമ്പത്ത് തോ ലൗകിക തൃഷ്ണാവർദ്ധനായ ച ഭവതി ഇതി ബുധാഹ വദന്തി. ഭവാൻ ദൈവികാംശേന ജാതോസി, അതഃ ശോകസ്യ ആവശ്യകത നാസ്തി, ശോകമുപേക്ഷ്യ യുദ്ധായ സജ്ജോ ഭവ ഇതി ആശയഃ.
അപ്പോൾ ഈ ശോകം ഈ ദുഃഖമൊക്കെ ഉപേക്ഷിച്ച് യുദ്ധത്തിന് വേണ്ടി സജ്ജനായിക്കൊള്ളൂ. കാരണം നിന്നിൽ ഈ ഗുണങ്ങളെല്ലാം ഉണ്ട്, ദുർഗുണങ്ങളൊന്നും നിന്നിലില്ല. നിന്നിലുള്ളതൊക്കെ ദൈവികമായ ഗുണങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നിന്നെ ഇത് മോക്ഷത്തിലേക്ക് തന്നെ നയിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു പേടിയും കൂടാതെ അഭയനായിട്ട് എന്തിനു പുറപ്പെട്ടുള്ളൂ, യുദ്ധത്തിനൊരുങ്ങിക്കൊള്ളൂ എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുകയാണ്. അപ്പോൾ ഇവിടെ 5 ശ്ലോകങ്ങളിലൂടെ ആദ്യത്തെ 3 ശ്ലോകങ്ങളിൽ ദൈവിക ഗുണങ്ങളെയും 4ാമത്തെ ശ്ലോകത്തിൽ ആസുരിക ഗുണങ്ങളെയും 5ാമത്തെ ശ്ലോകത്തിൽ ഈ 2 ഗുണങ്ങളുടെയും ഫലപ്രാപ്തി എന്താണെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഭഗവത്ഗീതയിലെ ഈ ശ്ലോകങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്കിനി പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. 1ാമത്തെ പഠന പ്രവർത്തനം ശ്ലോകം സതാളം ആലപതു. നിങ്ങൾ ഭംഗിയായി ഇത് ചൊല്ലാൻ പഠിക്കുക. അതിൻ്റെ സാരാംശവും അർത്ഥവും അന്വയവും ഒക്കെ എഴുതി നിങ്ങളുടെ പുസ്തകത്തിൽ സൂക്ഷിക്കുക, പഠിക്കുക. സംശയങ്ങൾ നിങ്ങളുടെ അധ്യാപകരുമായിട്ട് പങ്കുവയ്ക്കുക. 2ാമത്തെ പ്രവർത്തനം പാഠഭാഗാത് ഗുണാൻ ചിത്വാ പട്ടികായാം യോജയതു. പാഠഭാഗത്തിൽ നിന്നുള്ള ഗുണങ്ങളെ, എങ്ങനെയുള്ള ഗുണങ്ങളെ 2 പട്ടികയാക്കി തിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദൈവിക ഗുണങ്ങളെന്നും ആസുരിക ഗുണങ്ങളെന്നും വേർതിരിച്ച് ഈ 4 ശ്ലോകങ്ങളും എടുത്തിട്ട് അതിൽ ദൈവിക ഗുണങ്ങൾ എന്തൊക്കെ പഠിച്ചു, ആസുരിക ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള 2 പട്ടിക നിങ്ങൾ പൂർത്തീകരിക്കാനാണ് പറയുന്നത്. ഇനി അപ്പോൾ പട്ടികപ്പെടുത്തുമ്പോൾ നമുക്കറിയാം 1ാമത്തെ കോളത്തിൽ ദൈവിക സമ്പത്തിൽ ഏതൊക്കെയാണ് വരിക? അഭയം, അല്ലേ, സത്വസംശുദ്ധി, അതുപോലെ ത്യാഗം, ശാന്തി, അങ്ങനെ നമ്മൾ ആ 3 ശ്ലോകങ്ങളിലൂടെയും കടന്നു വരണം. അപ്പോഴാണ് നമുക്കത് മുഴുവനായിട്ട് കിട്ടുള്ളൂ. പിന്നെ അടുത്ത ആസുരിക സമ്പത്തിലാണെങ്കിൽ ദമ്പം, ദർപ്പം, അഭിമാനം എന്നൊക്കെ പറഞ്ഞിട്ട് അതും എഴുതി ചേർക്കുക. ഇനി 3ാമത്തെ പ്രവർത്തനത്തിൽ പറയുന്നു കക്ഷ്യായാം ഉത്തമ ഗുണാൻ അധികൃത്യ പ്രഭാഷണം കരോതു. നല്ല ഗുണങ്ങളെ, മനുഷ്യന് വേണ്ട നല്ല ഗുണങ്ങളെക്കുറിച്ചൊരു പ്രഭാഷണം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രഭാഷണം നിങ്ങൾ എഴുതി ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങൾ സ്വയം അവതരിപ്പിച്ച് ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതുമാണ്. നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഭഗവത്ഗീത എന്നുള്ളത് ഉപദേശങ്ങളാണ്, പ്രത്യക്ഷമായിട്ടുള്ള ഉപദേശങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു കൊടുക്കുകയാണ് നേരിട്ട്, അല്ലേ, അതാണ് പ്രത്യക്ഷമായിട്ട് ഉപദേശം. മറ്റ് സുഭാഷിതങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത് പരോക്ഷമായ, ആരെങ്കിലും എഴുതി വെച്ചതൊക്കെ കിട്ടുന്നത് പരോക്ഷമായ ഉപദേശങ്ങളാണ്. ഇതിവിടെ അർജുനന് പ്രത്യക്ഷത്തിൽ കൃഷ്ണൻ ഉപദേശിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രത്യക്ഷമായ ഉപദേശങ്ങളാണ്. അപ്പോൾ ഈ ഭഗവത്ഗീതയിലെ എല്ലാ ശ്ലോകങ്ങളും ഇതുപോലെ നമ്മൾ എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ, എന്തൊക്കെയാണ് ചെയ്യരുതാത്തത്, ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ഓരോ യോഗത്തിലും അല്ലെങ്കിൽ ഓരോ അധ്യായത്തിലും കൃഷ്ണൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 18 അധ്യായങ്ങളും നമ്മൾ കാണാതെ പഠിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാവരും ഭഗവത്ഗീതയൊക്കെ വായിക്കാനും പഠിക്കാനും സമയം കണ്ടെത്തുക. നമ്മളുടെ പാഠഭാഗങ്ങളിൽ തന്നെ 1ാം ക്ലാസ് മുതൽ നമ്മൾ ഭഗവത്ഗീതയെ പരിചയപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ശ്ലോകങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഇത് 16ാമത്തെ അധ്യായത്തിലെ 5 ശ്ലോകങ്ങളാണ്, ആദ്യത്തെ 5 ശ്ലോകങ്ങൾ. ബാക്കിയുള്ള ശ്ലോകങ്ങളും കൂടി നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഗീതാമൃതം എന്നുള്ള നമ്മളുടെ ഈ പാഠഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വീഡിയോയുമായി ഇനി നമുക്ക് മറ്റു പാഠഭാഗങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്ക് നമ്മുടെ രുദ്ര ടു സ്കൂൾ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരേക്ക് എല്ലാവർക്കും നമസ്കാരം.